നമസ്കാരം. ശ്രീ ദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. ഇന്ന് നമുക്ക് വ്യാഴമാറ്റം 2026-27 ഏറ്റവും അനുകൂലമായിട്ടുള്ള ലഗ്നക്കാരും നക്ഷത്രങ്ങളും ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യം വരുന്നത് കന്നി ലഗ്നം തന്നെയാണ്. കന്നി ലഗ്നക്കാർക്കും കന്നി രാശിയിൽ വരുന്നതായ ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദം ഈ നക്ഷത്രക്കാർക്കും ഗുരു 11ാം ഭാവത്തിലേക്ക് ഗോചരത്തിൽ വന്നിരിക്കുന്നു. 11 എന്ന് പറയുന്നത് നമ്മുടെ ഡിസയേഴ്സിന്റെ ഭാവമാണ്, ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാവമാണ്. അതുകൊണ്ട് തന്നെ കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സമയമാണ് എന്ന് പറയാം. അവർക്ക് സാമ്പത്തിക പുരോഗതി ചിന്തിക്കാനായിട്ട് സാധിക്കും. സ്ഥാനലബ്ധിയും കാര്യവിജയവും ചിന്തിക്കാനായിട്ട് സാധിക്കും. പ്രണയ സാഫല്യം ചിന്തിക്കാം. ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് ചിന്തിക്കാം. സന്താന ലാഭം ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന പ്രാപ്തിക്ക് എന്നുള്ളതാണ്. അതുപോലെ വിവാഹം നടക്കാനായിട്ട് നോക്കുന്ന ആളുകൾക്കും വിവാഹം നടക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതായ സമയമാണ് എന്നുള്ളതാണ്. അടുത്തത് മിഥുനം ലഗ്നമാണ്. മിഥുന ലഗ്നക്കാർക്കും മിഥുനം രാശിയിൽ വരുന്നതായ മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്കും ഗുരു 2ാം ഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2ാം ഭാവം എന്ന് പറയുന്നത് വിദ്യ, ധനം, വാക്ക് ഇവയൊക്കെ ചിന്തിക്കുന്നതായ ഭാവമാണ്. ഇവിടെ ധനസ്ഥാനത്ത് ഗുരു എത്തിയിരിക്കുന്നു. അവിടെ ധനലാഭം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കിട്ടാക്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരികെ കിട്ടുന്നതായ സമയമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കുടുംബത്ത് ശുഭകാര്യങ്ങൾ നടക്കാനുള്ളതായ സാധ്യതയെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കുടുംബ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പുരോഗതിയെ ചിന്തിക്കാം. കുടുംബത്തിൽ നിന്നുള്ളതായ സപ്പോർട്ടൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ള സമയമായിട്ടും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ശത്രുനാശം ചിന്തിക്കാൻ പറ്റുന്നതായ സമയമാണ്. കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. പരീക്ഷാ വിജയം സാധ്യതയുള്ള സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്നവർക്ക് വിജയിക്കാനായിട്ടുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മിഥുനം ലഗ്നക്കാരുടെ പൊതുവായിട്ടുള്ള ഗോചര ഫലം എന്ന് പറയുന്നത്. അടുത്തത് വൃശ്ചികം ലഗ്നക്കാരാണ്. വൃശ്ചികം ലഗ്നക്കാർക്കും വൃശ്ചിക കൂറിൽ വരുന്നതായ വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്, ധനലാഭം ഉണ്ടാകുന്നതാണ്. വിദ്യാ പുരോഗതി ചിന്തിക്കാം. പിതാവിൽ നിന്ന് അനുഭവ ഗുണങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. പിതാവിന് അഭിവൃദ്ധിയെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആലോചിക്കുന്നവർക്ക് അതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ യാത്ര ചിന്തിക്കാനായിട്ട് പറ്റുന്നതായ സമയമാണ്. ഇപ്പൊ വിദേശത്ത് പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ളതായ സമയം അനുകൂലമാണ് എന്നുള്ളതാണ്. പിന്നെ തീർത്ഥയാത്രകൾ ചെയ്യാനും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാര്യവിജയം ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പരിശ്രമത്തിനനുസരിച്ച് അംഗീകാരം കിട്ടുന്നതായ ഒരു സമയമാണ് വൃശ്ചിക ലഗ്നക്കാർക്ക് എന്ന് പറയാം. അടുത്തത് മീനം ലഗ്നമാണ്. മീനം ലഗ്നക്കാർക്കും മീനക്കൂറിൽ വരുന്നതായ പുരുരുട്ടാതി 4ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കും ഗുരു പൂർവ്വ പുണ്യഭാവമായ 5ലെത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് സന്താന ലാഭം ചിന്തിക്കാം. കുട്ടികൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താന പ്രാപ്തി ഉണ്ടാവുന്നതായ സമയമാണ്. കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതായ സമയമാണെന്ന് പറയാം. സന്താനങ്ങൾക്ക് വിദേശ യോഗം ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. കുട്ടികളൊക്കെ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പറയാം. പിന്നെ പ്രണയ സാഫല്യം ചിന്തിക്കാൻ പറ്റുന്നതായ സമയമാണ്. കർമ്മഭാവാധിപനാണ് 5ൽ നിന്ന് 9ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. കർമ്മത്തിൽ പുരോഗതി ചിന്തിക്കാനായിട്ട് പറ്റുന്ന സമയമാണ്. സാമ്പത്തിക പുരോഗതി നമുക്ക് ചിന്തിക്കാം. വിദേശയാത്രയും തീർത്ഥയാത്രയും ഒക്കെ ചിന്തിക്കാനായിട്ട് പറ്റുന്ന സമയമാണ്. ഭാഗ്യവർദ്ധനവ് ചിന്തിക്കാനായിട്ട് സാധിക്കും. പിതാവിൽ നിന്ന് ഗുണം കിട്ടുക, പിതാവിന് അഭിവൃദ്ധി ഉണ്ടാവുക, പിതാവിൽ നിന്ന് സപ്പോർട്ട് കിട്ടുക, ഇതൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സമയം കൂടിയാണ് എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞതായ കന്നി, മിഥുനം, വൃശ്ചികം, മീനം ലഗ്നക്കാർക്കും കുറിൽ വരുന്നതായ നക്ഷത്രങ്ങൾക്കുമാണ് ഈ വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമായിട്ടുള്ളതായ ഫലങ്ങൾ നൽകുന്നത്. നമുക്ക്
അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.